Hello, my dear aspirants. A very warm welcome to all of you to Ignite Academy. ഇന്ന് ഞാൻ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. SSC CGL പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും CHSL പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും SSCയുടെ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും കൃത്യമായി ഒരു സമയത്തിനുള്ളിലായിരിക്കണം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കേണ്ടത്. സെക്ഷണൽ മോക്ക് എടുക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ഇരുന്ന് പഠിക്കുമ്പോഴാണെങ്കിലും ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 45 സെക്കൻഡ്സ് മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈമർ സെറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഓരോ ചോദ്യത്തിനെയും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനീഷ്യലി നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിർബന്ധമാണ് ടൈമർ സെറ്റ് ചെയ്ത് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്ത് ശീലിക്കണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന കോണ്ടന്റ് 2020 CGLന്റെ മെയിൻസ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് ടയർ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ സീരീസ് ആണ്. അതിൽ റാൻഡം ആയിട്ടുള്ള അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് പല ചാപ്റ്റേഴ്സിൽ നിന്നുള്ളത് സമയത്തിനുള്ളിൽ 45 സെക്കൻഡ്സിനുള്ളിൽ ഞാൻ ചോദ്യം സോൾവ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ആയിരുന്നു. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയതാണ്. നിങ്ങളും അതേ സമയത്തിനുള്ളിൽ 45 സെക്കൻഡ്സിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. പാറ്റേൺ അരിത്തമെറ്റിക് നമുക്കറിയാം, കാൽക്കുലേറ്റീവ് ആണ്, കാൽക്കുലേഷൻ സ്പീഡ് നമുക്ക് നല്ലോണം വേണ്ടതാണ്. ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനാണെങ്കിലും വളരെ പെട്ടെന്ന് നമ്മളെ കൊണ്ട് സാധിക്കണം. അത് നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ബാക്കിയുള്ള സീരീസും ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. യു പ്ലീസ് മെൻഷൻ ദാറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. വീഡിയോ കാണുക, നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുക, നല്ല സ്പീഡ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കയറി വരട്ടെ. ഇതിൽ ഓൾറെഡി നിങ്ങൾ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു പ്രാക്ടീസ് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും 45 സെക്കൻഡ്സ് ഫോർ എ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ടൈമറിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ബി സോൾവിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ മോസ്റ്റ് എഫക്റ്റീവ് ഓർ ദ മോസ്റ്റ് ലൂസിഡ് മാനർ. ഓക്കെ, so here's your first question and your time starts now. Okay, your time's up. So this is a question from the chapter ratio. അല്ലേ, റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് ചോദിച്ചേക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ തന്നെയാണ് CPO 2020 CPOക്ക് ചോദിച്ചേക്കണം. CGL ടയർ 2 ചോദിച്ചാൽ ഇതേപോലത്തെ ക്വസ്റ്റൻ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ക്വസ്റ്റൻ? ഇൻ എ സ്കൂൾ 5/12 ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ഗേൾസ്. 12-ൽ 5 പേര് ഗേൾസ് ആണ്, അപ്പോൾ ബാക്കിയുള്ള 7 പേര് boys ആയിരിക്കുമല്ലോ. ആൻഡ് ദ റെസ്റ്റ് ആർ ബോയ്സ്. 4/7 ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 14 ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് 2/5 ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ആർ 14 ഇയേഴ്സ് ഓർ എബവ് 14 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ 14 വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആര് 2/5 of the girls. If the number of students below 14 years of age is 1120, 14 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെ നമ്പറാണ് നമുക്കിവിടെ ആക്ച്വലി തന്നേക്കണം. സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇവിടെ തന്നിരിക്കുന്ന ഈ വാല്യൂ എന്താണ്? ഈ തന്നിട്ടുള്ള ഈ 1120 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് സ്റ്റുഡൻസ് ബിലോ 14 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ബിലോ 14 ഇയേഴ്സ് ഉള്ള സ്റ്റുഡൻസിൻ്റെ റേഷ്യോ വേണം നമുക്ക് കിട്ടാൻ. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് 1120 ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അല്ലേ, ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂളാണ് ചോദിച്ചേക്കണം. ഷോർട്ട് കട്ട് ഉണ്ട്, ലോജിക്കലി നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം, ആൻസറിലേക്ക് ഡയറക്റ്റ് എത്താം. പക്ഷെ എന്തായാലും എങ്ങനെയാണ് ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ ഫോർമുലയല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ those are methods which we derive from basic concepts only. Okay, അപ്പോൾ in a school 5/12 of the students are girls എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇവിടെ 12 പേരാണ് ഉള്ളതെന്ന് വെച്ചോ. ടോട്ടൽ 12 പേരാണ് ഉള്ളതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൽ 5 പേര് ഗേൾസ് ആണ്, ദ റെസ്റ്റ് ആർ ബോയ്സ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? 5 ഗേൾസിൻ്റെ ഭാഗവും 7 എന്ന് പറയുന്നത് ബോയ്സിൻ്റെ ഭാഗമാണെന്ന് ആണ് എക്സാമിനർ പറഞ്ഞല്ലോ. സോ ദിസ് ഈസ് യുവർ ഗേൾസ് പാർട്ട് ആൻഡ് ദിസ് ഈസ് യുവർ ബോയ്സ് പാർട്ട്. ഓക്കെ, നൗ വാട്ട് ഈസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ? 4/7 ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 14 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ ബോയ്സിൽ 4/7 ആൾക്കാർ ബിലോ 14 ഇയേഴ്സ് ഏജ് എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് ബിലോ 14 ഇയേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ എന്തെടുക്കാം? 7ന്റെ 4/7 തന്നെ എടുക്കാം. സോ 7 വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടി 4 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, 4 എന്നുള്ള വാല്യൂ കിട്ടി. 4 എന്നുള്ള വാല്യൂയുടെ പ്രത്യേകത എന്താ? അതാണ് ബോയ്സിൽ 14 ഇയേഴ്സിൻ്റെ താഴെയുള്ള ആൾക്കാരുടെ എണ്ണം. ശരി, ഇനി ഗേൾസിൻ്റെ കാര്യത്തിൽ എന്താ പറയുന്നത്? ഗേൾസിൻ്റെ കാര്യത്തിൽ പറയുന്നത് 2/5 ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ആർ 14 ഇയേഴ്സ് or above 14 years of age. അപ്പോൾ 2/5 ആൾക്കാർ
14 ഇയേഴ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ആൾക്കാരോ ആണ്. പക്ഷെ നമുക്കറിയാം നമുക്ക് വേണ്ടത് 14 ഇയേഴ്സിന് ബിലോ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ 5-ൽ 2 പേര് 14 വയസ്സോ 14 വയസ്സിനോ മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ, 5-ൽ 2 പേര് 14 വയസ്സിന് മുകളിലോ 14 വയസ്സോ ഉള്ളവരാണെങ്കിൽ 5-ൽ 3 ആൾക്കാർ അല്ലെങ്കിൽ 3 ഔട്ട് ഓഫ് 5 ആൾക്കാർ എന്തായിരിക്കും അവരായിരിക്കും 14 വയസ്സിന് താഴെയുള്ള ആൾക്കാർ. സോ നമുക്ക് എന്ത് കിട്ടി? 3 യൂണിറ്റ് ഗേൾസും 4 യൂണിറ്റ് ബോയ്സും എന്താണ്? 3 യൂണിറ്റ് ഗേൾസും 4 യൂണിറ്റ് ബോയ്സും ആണ് ബിലോ 14 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ളത്. അല്ലെങ്കിൽ ടോട്ടൽ 7 യൂണിറ്റ്. ഓക്കെ, 7 യൂണിറ്റ് ആൾക്കാർ ആണ് ബിലോ 14 ഇയേഴ്സ് ഉള്ളത്. അതാണ് എന്ത് 1120 എന്ന് പറഞ്ഞേക്കണേ. അതിൻ്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാ? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1120 അല്ലേ? ഞാൻ എഴുതി ഡിവൈഡ് ചെയ്യേണ്ടതല്ലോ അല്ലേ? എത്രയാ? 7 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം. ബാക്കി എത്രയുള്ളത്? 7 കഴിഞ്ഞാൽ 7ഉം 42-ൽ 7 6, അപ്പോൾ 160 അല്ലേ? 160 എന്ന് വരും നമുക്ക്. 160. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 160 ആയി. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 160 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് 12 യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതല്ലേ 12 യൂണിറ്റ് എന്താണ്? 12 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 × 160. 12 × 160 എന്ന് പറയുമ്പോൾ 160 × 10 1600, 160 × 2 320, 1600 320, 1920. 1920 is the right answer for this question. Okay. അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ പറയാം. എങ്ങനെ പറയാം? ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് പറയുന്നത്. നമ്മൾ ആ 12 യൂണിറ്റ് അല്ലേ നമ്മൾ അവസാനം കണ്ടുപിടിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കണ്ടുപിടിച്ചത് എന്തിനാണ്? ഈ 12 യൂണിറ്റിനെ തന്നെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ലിറ്ററലി നിങ്ങൾ എന്താ ചെയ്തത്? ആ 12നെ നമ്മൾ അസ്യൂം ചെയ്തു ടോട്ടൽ നമ്പർ അതാണെന്നുള്ളത്. എന്നിട്ട് കുറേ പടങ്ങളൊക്കെ വരച്ചു. ഫൈനലി നിങ്ങൾ എന്തിനാ ചെയ്തത്? എന്നിട്ട് ആ 12 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതായത് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടിയതിന് ശേഷം ഇൻറ്റു 12 ചെയ്യുന്നല്ലേ ചെയ്തത്. നിങ്ങൾ ആ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ ഇത്രയും സോൾവ് ചെയ്തത്. ഇൻറ്റു 12 അല്ലേ ചെയ്തത്. വിച്ച് മീൻസ് 12ൻ്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കണമല്ലോ ആൻസർ. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമുക്ക് ഇനീഷ്യലി നോക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി ഈസി. ബിക്കോസ് 8ഉം 2ഉം 12ൻ്റെ മൾട്ടിപ്പിൾ എങ്ങനെ നോക്കുക? സൈമൾട്ടേനിയസ്ലി 3യുടെ മൾട്ടിപ്പിളും ആയിരിക്കണം 4ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കണം അല്ലേ? അപ്പോൾ എന്താ 3യുടെ മൾട്ടിപ്പിൾ എങ്ങനെ നോക്കാമെന്ന് അറിയാലോ? ടയർ 2 ആസ്പിറൻസ് ആണ് അല്ലേ? 8ഉം 2ഉം 10 1 11 3യുടെ മൾട്ടിപ്പിൾ അല്ല. 9 1 3യുടെ മൾട്ടിപ്പിൾ അല്ല. 9 1 10 2 12. ഓക്കെ, ദാറ്റ് 3യുടെ മൾട്ടിപ്പിൾ ആണ്. 20ലാണ് എൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെയോ 90ലാണ് എൻഡ് ചെയ്യുന്നത്, 90 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് യുവർ ആൻസർ. ഹെൻസ് ദ റൈറ്റ് ആൻസർ ഇസ് 1920. ഒന്നും ചെയ്തില്ല, ലിറ്ററലി ഒന്നും ചെയ്തില്ല നമ്മൾ. പക്ഷെ എല്ലായ്പ്പോഴും ഇത് വർക്കൗട്ട് ആവുമോ? ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഇത് കാണാപ്പാടം പഠിക്കലല്ല, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ എന്നുള്ളതല്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അവിടെ വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നൗ ഐ എം മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, യുവർ ടൈംസ് അപ്പ്. 45 സെക്കൻഡ് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നുണ്ടല്ലേ? പക്ഷേ ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ. ഇതാണ് റാം ബോട്ട് ആൻ ആർട്ടിക്കൽ ഫോർ ₹1240 ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 25%. റാം 1240 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, എന്നിട്ട് അയാളത് 25% നഷ്ടത്തിന് കൊടുത്തു. വിത്ത് ദിസ് എമൗണ്ട്, ഏത് എമൗണ്ട്? അയാൾ സെല്ല് ചെയ്തപ്പോൾ അയാൾക്ക് ഒരു എമൗണ്ട് കിട്ടിയില്ലേ, ആ എമൗണ്ട് കൊണ്ട് അയാൾ വേറൊരു ആർട്ടിക്കിൾ മേടിച്ചു, എന്നിട്ട് അയാൾ വീണ്ടും സെല്ല് ചെയ്തു. പക്ഷേ ഈ സമയം ഇത്തവണ അത് 40% പ്രോഫിറ്റിനാണ് വിറ്റത്. ഓവറോൾ അയാൾക്ക് അവിടെ എന്ത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് 1200? വളരെ സിമ്പിളാണ്. 1240 രൂപയുടെ സാധനം ആദ്യം 25% നഷ്ടത്തിന് വിറ്റു. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ 1240 രൂപയാണ് അയാളുടെ കോസ്റ്റ് പ്രൈസ്. അയാൾ മേടിച്ചത് 1240 രൂപയുടെ സാധനമാണല്ലോ ബോട്ട്. അതിനയാൾ 25% ലോസിന് വിറ്റു എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് 1240ൻ്റെ 3/4 അല്ലേ അവിടെ അയാൾക്ക് എന്തായിട്ട് കിട്ടിയേക്കണേ, അല്ലെങ്കിൽ സെല്ല് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് 1240ൻ്റെ 3/4 എമൗണ്ട് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ഇപ്പോൾ അയാളുടെ കയ്യിലുള്ള എമൗണ്ട്. ഇസ്ന്റ് ഇറ്റ്?
ഈ രൂപയ്ക്കാണ് അയാൾ മറ്റൊരു പ്രൊഡക്റ്റ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഈ പൈസ കൊടുത്തിട്ട് മറ്റൊരു പ്രൊഡക്റ്റ് മേടിച്ചു. അപ്പോൾ ആ മേടിച്ച പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എത്രയാ? എടാ, ഇതാണ് അയാളുടെ കയ്യിൽ 1240 രൂപയുടെ സാധനം. അയാൾ അതിൻ്റെ 3/4 എമൗണ്ടിന് സെല് ചെയ്ത്. അപ്പോൾ അയാളുടെ കയ്യിൽ ഇപ്പോൾ എത്രയാണ്? 1240ൻ്റെ 3/4 എമൗണ്ട് അയാളുടെ കയ്യിലുള്ളൂ. ആ പൈസയ്ക്ക് അയാൾ മറ്റൊരു പ്രൊഡക്റ്റ് മേടിച്ചു. ഓക്കെ, എന്നിട്ട് ഇതിനയാൾ എന്ത് ചെയ്തു? 40% പ്രോഫിറ്റിന് വിറ്റു എന്നാണ് പറയുന്നത്. സോ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് പറയാം? 7/5 സെല് ചെയ്തത്, 7/5 സെല് ചെയ്തത് അല്ലേ? അപ്പം എന്ത് സംഭവിക്കും? 4 × 5 20. 20 goes ഹൗ മെനി ടൈം? 62. 20 goes 62 times. So what is it? 62 × 27. 62 × 21. 62 × 21. 62 × 21 എന്ന് പറയുമ്പോൾ എന്താ വരാൻ പോകുന്നത്? ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ. 62 × 21. 62 × 20 എന്ന് പറയുമ്പോൾ 1240 പിന്നെ 62 എന്ന് പറയുമ്പോൾ 201302 1302 രൂപ അല്ലേ? അതായത് 1302 രൂപയാണ് അയാൾക്ക് കിട്ടിയത്. ഇപ്പോൾ മൊത്തം അയാൾക്ക് ഇപ്പം നിലവിൽ അയാളുടെ കയ്യിൽ 1302 രൂപയുണ്ട്. അയാൾ എത്ര രൂപയ്ക്കാണ് ആ സാധനം മേടിച്ചത്? അപ്പോൾ ഇതാണ് അയാളുടെ യഥാർത്ഥത്തിലുള്ള അയാളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എന്ന് പറയുന്നത്. അയാളത് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 1240 ആയിരുന്നു അല്ലേ? 1240. അപ്പോൾ എത്ര രൂപ അയാൾക്ക് ലാഭം കിട്ടി? കൃത്യമായിട്ട് പറയാം, 62 രൂപ ലാഭം കിട്ടി. അപ്പോൾ 62 റുപ്പീസ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാ? 62 അപ്പോൺ കോസ്റ്റ് പ്രൈസ് എത്രയാ? ഇതാണ് അയാളുടെ കോസ്റ്റ് പ്രൈസ്. ശരിയല്ലേ? 1240 × 100 എന്ന് പറയുമ്പോൾ ഈ പൂജ്യം വെട്ടിപ്പോ 62 124 2 തവണ 2 10 വെട്ടിക്കളയും. എത്ര തവണ? 5 തവണ. ഹെൻസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് 5%. ഓക്കെ, അപ്പോൾ 5% ആണ് ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. എന്താണത്? ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ 1240ൻ്റെ 3/4 കണ്ടു, എന്നിട്ട് അതിൻ്റെ 7/5 കണ്ടു. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന ചേഞ്ചിന് നമ്മളൊരു പേര് പറയും. എന്ത് പേരാ പറയുക? ഒരു പേരുണ്ട്. ആ പേര് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. എന്താ പേര്? സക്സസീവ് ചേഞ്ച്. സക്സസീവ് ചേഞ്ച് അല്ലോടോ ഇവിടെ സംഭവിച്ചത്. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സക്സസീവ് ചേഞ്ച് അല്ലേ സംഭവിച്ചത്. എന്താ സക്സസീവ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 1240 രൂപയുടെ സാധനം അതിൻ്റെ 3/4 എമൗണ്ടിന് വിറ്റു. അപ്പോൾ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂവിലെത്തി. അതിൻ്റെ 40% പ്രോഫിറ്റിന് വിറ്റു. അപ്പോൾ 1240ൻ്റെ 3/4 അപ്പോൾ ഒരു ചേഞ്ച് സംഭവിച്ചു. ആ ചേഞ്ച് സംഭവിച്ച വാല്യൂവിൽ വീണ്ടും ഒരു 40% ഇൻക്രീസ്, മറ്റൊരു ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ എന്താ? സക്സസീവ് ചേഞ്ച്. അപ്പോൾ സക്സസീവ് ചേഞ്ച് സംഭവിക്കുന്ന എല്ലാ സമയങ്ങളിലും അവിടുത്തെ ടോട്ടൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയുണ്ട് അല്ലേ? ഏതാ ഫോർമുല? ഈ ഫോർമുല നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ്. ഏതാണ്? A + B + AB/100 അല്ലേ? നമുക്ക് അറിയാവുന്ന ഫോർമുല അല്ലേ ഇത്? കണ്ടിട്ടില്ലേ? A + B + AB/100. അപ്പോൾ എപ്പോഴാണ് ഈ ഫോർമുല യൂസ് ചെയ്യുക? സക്സസീവായിട്ട് എവിടെ ചേഞ്ച് വന്നു കഴിഞ്ഞാലും A + B + AB/100 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇത്രയും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം ആദ്യം 25% നഷ്ടം എന്ന് പറയുമ്പം -25, പിന്നെ അയാൾ 40% പ്രോഫിറ്റിന് വിറ്റു. അപ്പം -AB/100 അല്ലേ? A + B + AB/100 എന്ന് പറയുമ്പോൾ 25 എന്ന് പറഞ്ഞാൽ മൈനസ് വാല്യൂ ആണ്. കാരണം അവിടെ ലോസ് ആണ്. 40 പോസിറ്റീവ് വാല്യൂ ആണ്, ബിക്കോസ് അവിടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 1000 - 1000 ഡിവൈഡഡ് ബൈ 100. ഇത് വെട്ടിപ്പോവും, ഇത് വെട്ടിപ്പോവും. -25 + 40 എന്ന് പറയുമ്പോൾ എന്താ വരിക? 15 -10. വാട്ട് ഈസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? 5%. കണ്ടോ? ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 1240ൻ്റെ 3/4 കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ 7/5 കണ്ടുപിടിച്ചിട്ട് 1302 വാല്യൂ, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഹാഡ് യു നോൺ ദ കോൺസെപ്റ്റ്? ക്ലിയർ? അപ്പോൾ മറക്കണ്ട, A + B + AB/100 രണ്ട് സക്സസീവ് ചേഞ്ച് സംഭവിക്കുമ്പോൾ A + B + AB/100 എന്ന് പറയുന്ന ഫോർമുല നമ്മൾ യൂസ് ചെയ്യും അല്ലേ? ഫോർമുല നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, 3 വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതും അറിഞ്ഞിരിക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചാപ്റ്ററിലൊക്കെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് അവിടുത്തെ പെർസെൻറ്റേജ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ആ ഫോർമുല യൂസ്ഫുൾ ആയിട്ട് വരും. അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 3 സക്സസീവ് ചേഞ്ച് വരുമ്പോൾ എന്താണ് ഫോർമുല? A + B + C. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഫോർമുല തന്നെയാണ്. AB + BC + AC ഡിവൈഡഡ് ബൈ 100 പ്ലസ് ABC/10,000 വേർ A എന്താണ്? B എന്താണ്? C എന്താണ്? They are the percentage values. ഇതാണ് അവിടുത്തെ
പെർസെൻറ്റേജ് വാല്യൂസ് ആണ്. എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഡിവൈഡഡ് ബൈ 100 പ്ലസ് എ ബി സി ബൈ 10,000. ഗോട്ട് ഇറ്റ്?